ഹായ് എം ഫേവർ ലേണിംഗ് ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപിൻ. LDC പരീക്ഷ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പലരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ പഠിക്കുന്ന എല്ലാവർക്കും ജോലി ലഭിക്കത്തുമില്ല. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വളരെ കോമ്പറ്റീറ്റീവ് മൈൻഡിൽ ഇതിനു വേണ്ടി പഠിച്ച് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിജയം ഉറപ്പാക്കാൻ സാധിക്കും. പലരും കോച്ചിങ് സെന്ററുകളിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം, സ്വന്തമായിട്ട് പഠിക്കുന്നവരും ഉണ്ടാവും. എങ്കിലും പരീക്ഷാ ദിവസം എക്സാം ഹാളിൽ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പരാജയപ്പെടുന്നവർ തീർത്തും നിരാശപ്പെടും. അപ്പോൾ മറ്റാരും പറഞ്ഞു തരാത്ത, ഒരുപക്ഷെ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, പരീക്ഷ തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റും പരീക്ഷ അവസാനിക്കുന്നതിന് തൊട്ടു മുന്നേയുള്ള 10 മിനിറ്റും പരമപ്രധാനമാണ്. ഈ ഒരു സമയം നമ്മുടെ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയെന്നല്ലേ, ആദ്യത്തെ 10 മിനിറ്റിൽ അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രമം, അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന പരിഭ്രമം അറിയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും ഉത്തരങ്ങൾ തെറ്റിക്കാൻ കാരണമാവുന്നു. മാത്രമല്ല കറക്കിക്കുത്തലും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവസാനത്തെ 10 മിനിറ്റ് എന്താണെന്ന് അറിയാവോ? അറിയാൻ പാടില്ലാത്ത എല്ലാ ചോദ്യങ്ങൾക്കും നേരത്തെ പിടിച്ച് കറക്കി കുത്തുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട മാർക്ക് പോലും നമ്മുടെ ഈ ഒരു പ്രശ്നം മൂലം നഷ്ടപ്പെടും. കട്ട് ഓഫും കഴിഞ്ഞ് ഏറ്റവും അടിത്തട്ടിൽ പരാജയം സംബന്ധിച്ച്, അത് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പരാജയം നമ്മൾ അവിടെ ഉറപ്പിക്കുകയാണ്. ഓക്കെ, ഇത് ആദ്യത്തെ ഒരു കാര്യമാണ്. ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്രൂഷ്യൽ ടൈം മനസ്സിൽ കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കാതെ എടുത്തു ചാടി ഉത്തരം കൊടുക്കുക. ചില ആളുകളുണ്ട് ഭയങ്കര ഒരു എടുത്തു ചാടി എക്സൈറ്റ്മെന്റ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ചോദ്യമുണ്ട്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. പെട്ടെന്നൊരു ചോദ്യം കണ്ടു, ഉത്തരം കൊടുത്തു. നോക്കിയപ്പോ ഉണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം കൊടുക്കുക എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ശരി എന്നുള്ള ഒരു ഉത്തരം നമുക്ക് കൊടുത്തിരിക്കുക. ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസ് ഉണ്ട്, 3 ശരിയാണ്, 1 മാത്രം തെറ്റ്. അയ്യോ പോയി, നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇത് തന്നെയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം കാണുന്ന തെറ്റായ ഉത്തരം കൊടുത്ത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ഒരിക്കലെങ്കിലും സംഭവിച്ച് പോകാതിരുന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, എൻ്റെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എടുത്തു ചാടി, ഇത് നമ്മുടെ ആദ്യകാലങ്ങളിൽ ആദ്യമായിട്ട് പരീക്ഷ എഴുതുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷ ടെൻഷൻ കാരണമൊക്കെ സംഭവിച്ചു പോകുന്നതാ. ഈ പറയുന്ന രണ്ടാമത്തെ കാര്യവും നമ്മൾ ഒഴിവാക്കി വിടണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയക്രമം. അതായത് പലപ്പോഴും പരീക്ഷ കഴിയുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, കുറച്ച് സമയം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അത്രയും ചോദ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയേനെ. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും PSC ചോദ്യങ്ങൾ വലിച്ചു നീട്ടിയത് കൊണ്ടായിരിക്കും ഉത്തരം കൊടുക്കാൻ പറ്റാതെ പോയത്, സമയം കിട്ടാതെ പോയതെന്ന് പറയും. അവിടെ തെറ്റ് നിങ്ങൾ തന്നെ തിരുത്തുക. അത് നിങ്ങളുടെ തന്നെ തെറ്റ് മൂലമാണ് നിങ്ങൾക്ക് സമയം തികയാതെ പോയത്. പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിനൊരു അടിത്തറയുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും മുൻകാല ചോദ്യപേപ്പറുകൾ ഒരു ടൈമർ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിച്ചു പോയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പരീക്ഷാ ഹാളിലും അത് ആവർത്തിക്കും. ആ ഒരു സമയക്രമീകരണം നിങ്ങളെ പരീക്ഷാ ഹാളിൽ, യഥാർത്ഥ പരീക്ഷാ ഹാളിൽ നിങ്ങളെ സഹായിക്കും. പലപ്പോഴും നിങ്ങൾ പഠിത്തം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ കാണാറുണ്ട് GK വാരി വലിച്ചു പഠിക്കും, എന്നാൽ അതിനനുസരിച്ച് ചോദ്യപേപ്പറുകൾ ചെയ്യുവാനോ, ചോദ്യങ്ങൾ ഏത് രീതിയിലുള്ളതാണ് അതിനനുസരിച്ച് ടൈമർ വെച്ച്, അതായത് ശ്രദ്ധിക്കണം, ടൈമർ വെച്ച് തന്നെ നിങ്ങൾ ചോദ്യപേപ്പറുകൾ ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ, ഇന്ന് ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ ഓൺലൈൻ മോക്ക് ടെസ്റ്റിനേക്കാളും കൂടുതൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ കേരള PSC നടത്തിയിട്ടുള്ള 100ഓളം ചോദ്യപേപ്പറുകൾ എം ഫേവർ കേരള PSC എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്.
ഇതിനോടകം തന്നെ 50 ചോദ്യപേപ്പറുകൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്യുക. അവിടെ നിന്നും ചോദ്യ പേപ്പറും ആ ചോദ്യ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഉത്തരവും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉത്തരവും ചോദ്യവും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കളയുന്നില്ല, ഒറ്റ ചോദ്യം ഉത്തരം മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ പരിശീലിക്കണം. ചോദ്യ പേപ്പർ പരിശീലിക്കണം ടൈമറിന്റെ സഹായത്തോടു കൂടി. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ എഴുതുമ്പോൾ ഒരു സീക്വൻസിൽ ഒരു ഓർഡറിൽ അങ്ങ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്തു പോവാം. പലപ്പോഴും നമ്മൾ ചോദ്യപേപ്പർ കിട്ടുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യും? തുടങ്ങുന്നതിന് മുന്നേ ഇടയിലൂടെ ഇങ്ങനെ ചോദ്യപേപ്പറൊക്കെ പൊക്കി നോക്കി ഗ്യാപ്പിലൂടെ ഉത്തരം അല്ലെങ്കിൽ അറിയാവുന്ന ചോദ്യം ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ശീലമുണ്ട് ചിലർക്ക്. അപ്പൊ ഇവിടെ ചോദ്യപേപ്പർ കിട്ടി, എല്ലാ പേജുകളിലും ചോദ്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പൊ നമുക്ക് വലിയ താല്പര്യമുള്ള ഭാഗം കറണ്ട് അഫെയർ ആണെങ്കിൽ കറണ്ട് അഫെയറിലേക്ക് നമ്മൾ, അതായത് 25ാമത്തെ ചോദ്യം മുതലാണ് കറണ്ട് അഫെയർ, 25 മുതൽ 34 വരെയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫെയർ ആണ്, 10 ചോദ്യങ്ങൾ കറണ്ട് അഫെയർ ആണെങ്കിൽ അതൊരു സീക്വൻസിൽ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരിക എന്നുള്ളതാണ്. അല്ലാതെ 25ാമത്തെ ചോദ്യം അറിയാം, ഇതിന് ഉത്തരം കൊടുത്തു, ഇനി അടുത്തത് 2ാമത്തെ പേജിൽ 18ാമത്തെ ചോദ്യം, ആ ഒരു, അതായത് ഇടയ്ക്ക് നിന്ന് റാൻഡം ആയിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ആൻസർ ഷീറ്റിൽ മാർക്ക് ചെയ്യുന്ന OMRൽ മാർക്ക് ചെയ്യുന്ന രീതി അവസാനിപ്പിക്കണം. ഇത് നമ്മളെ തെറ്റിക്കും. നമ്മുടെ അറിയാവുന്ന ചോദ്യങ്ങൾക്ക് പോലും തെറ്റായിട്ട് നമ്മളെ കറുപ്പിക്കുന്നതിലേക്ക് ഇത് കൊണ്ടെത്തിക്കും. അതാണ് ഒരു ഓർഡർ. ഇത് ഓർഡർ എന്ന് പറയുന്നത് ഇത് മാൻഡേറ്ററി അല്ല, പലർക്കും പല രീതിയിലാണ്, മാൻഡേറ്ററി അല്ല. പക്ഷെ ഒരു മനഃശാസ്ത്രത്തിന്റെ ഒരു സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഡറിൽ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിന്റെ ഗുണം നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടും, നമ്മൾ പോലും അറിയാതെ തന്നെ നമുക്ക് കിട്ടും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാത്സ് ആണെങ്കിൽ കൂടിയിട്ടും 20 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ഓർഡറിൽ ചെയ്തു വരിക എന്നുള്ളതാണ്. അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളെ അവിടെ വെച്ച് തന്നെ ഒഴിവാക്കി അവസാനം ഒന്ന് ചെയ്തു നോക്കാൻ സമയം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ചെയ്തു നോക്കി കാര്യങ്ങൾ അടയാളപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ സ്വാഭാവികമായും നിങ്ങൾ ഈ ഒരു പരീക്ഷ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഓക്കെ, കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. നന്ദി.